ആരാണ് ഈ സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ ഭാഗമായി നിയമിക്കപ്പെട്ടിട്ടുള്ള സിൻഡിക്കേറ്റ് അംഗം എന്നുള്ളതാണ് കേരള യൂണിവേഴ്സിറ്റി. കേരള യൂണിവേഴ്സിറ്റിയിൽ ആർ ശശികുമാർ എന്ന് പറയുന്ന ഒരു സേവ് യൂണിവേഴ്സിറ്റിക്കാരനെ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷെ ഗവൺമെന്റ് നിശ്ചയിക്കുമ്പോൾ അയാൾ പൂർണ്ണമായും സംഘപരിവാറിനെ കഴിഞ്ഞ കാലങ്ങളിൽ സഹായിച്ച ആളാണ്. അയാളെ ഗവൺമെന്റ് ഓർഡറിൽ സിൻഡിക്കേറ്റ് മെമ്പറായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. ആ സിൻഡിക്കേറ്റിന്റെ യോഗം നാളെ വിളിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ സിൻഡിക്കേറ്റിനെ 3 മാസം കൂടാൻ വിടാത്ത ആളുകളാണ് സിൻഡിക്കേറ്റ് വന്നിട്ട് പിറ്റേ ദിവസം വിളിച്ചിരിക്കുന്നത്. സമാനമാണ് കാലിക്കറ്റിൽ സിൻഡിക്കേറ്റിനെ പിരിച്ചുവിട്ടു, ഉടനടി പുതിയ യോഗം വിളിച്ചു ചേർക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ ഇത് പ്രത്യക്ഷമാണ്. ഇപ്പോൾ ഡോക്ടർ മാവൂത്ത് നാളെ RSSന്റെ പരിപാടിയിലും പങ്കെടുക്കും, ഏത് പരിപാടിയിലും പങ്കെടുക്കും എന്നുള്ള പ്രഖ്യാപനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ റോജി എം ജോണിനോട് ഏതെങ്കിലും അഭിപ്രായം ചോദിച്ചാൽ അദ്ദേഹം എന്താ പറയാൻ പോകുന്നത്? ഞങ്ങൾക്കൊരു അഭിപ്രായമില്ല, ഞങ്ങൾ മതനിരപേക്ഷതയോടൊപ്പമാണ്, ഇന്നും അതെ, ഇന്നലെയോ അതെ, നാളെയോ അതെ എന്നാണ് അദ്ദേഹം പറയാൻ പോകുന്നത്. ഡോക്ടർ മാവൂത്തിനെതിരെ ഒരു അക്ഷരം വേണ്ടില്ല, ഗവർണർക്കെതിരെ ഒരു അക്ഷരം വേണ്ടില്ല, ഒരു നടപടിക്രമങ്ങളിലേക്ക് പോകില്ല. ഇതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ മാവൂത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് സർവകലാശാലകളിലെ കുട്ടികളോട് ഒരു യുദ്ധപ്രഖ്യാപനമാണ്. ഞാൻ RSSകാരനാണ്, എൻ്റെ നയങ്ങളാണ് ഞാൻ നടപ്പിലാക്കാൻ പോകുന്നത്, RSS പറയുന്നതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. കേരളത്തിലെ സർക്കാരോ കേരളത്തിലെ ഗവൺമെന്റോ കേരളത്തിലെ കോൺഗ്രസോ ഇവരാരും ഉദ്ദേശിക്കുന്ന തരത്തിലായിരിക്കില്ല അവർ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ KSUവിന് പ്രശ്നമില്ല, MSFന് പ്രശ്നമില്ല, KPCCക്ക് പ്രശ്നമില്ല, മന്ത്രിക്ക് പ്രശ്നമില്ല, മുഖ്യമന്ത്രിക്ക് പ്രശ്നമില്ല. പ്രശ്നം മുഴുവൻ കേരളത്തിലെ ഇടതുപക്ഷ ധാരക്കാണ്. അതിന്റെ അർത്ഥം എന്താണ്? കേരളത്തിന്റെ മതനിരപേക്ഷതയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഇന്ന് പൂർണ്ണമായി ഏറ്റെടുത്തിരിക്കുന്നത് ഇടതുപക്ഷമാണ്. അതിന്റെ വക്താക്കളായി ഇന്ന് കേരളത്തിൽ അവശേഷിക്കുന്നത് ഇടതുപക്ഷം മാത്രമാണ്. ബാക്കിയൊക്കെ ഗിമ്മിക്കുകളാണ്, കേവല ബിംബങ്ങളാകുക. ഇന്ത്യ രാജ്യത്ത് എന്തായിരുന്നോ സംഘപരിവാർ അധികാരത്തിലേക്ക് എത്തുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുള്ളത്, അതുപോലൊരു അറ്റ്മോസ്ഫിയർ കേരളത്തിൽ ഉണ്ടാക്കപ്പെടുകയാണ്. ബാബരി മസ്ജിദിനെ തകർക്കുമ്പോൾ ആരായിരുന്നു ഇന്ത്യ ഭരിച്ചത്? അതേ അവസ്ഥ തന്നെയല്ലേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്? നിശബ്ദതയല്ലേ, പരിപൂർണ നിശബ്ദതയല്ലേ, ഒരക്ഷരം മിണ്ടുന്നില്ല. അപ്പം മിണ്ടാതെ, അവർക്ക് ഉരിയാടാതെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെയും ഈ കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഞങ്ങൾക്ക് അതിന്റെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത്. ഡോക്ടർ മാവൂദും കേരളത്തിൽ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു കാര്യമാണ് കേരള സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമ്മൽ. ഇലക്ഷൻ കഴിഞ്ഞിട്ട് മാസം എത്രയും യൂണിവേഴ്സിറ്റി യൂണിയൻ ഇലക്ഷൻ, ഞങ്ങളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ വിടുന്നില്ല, സത്യപ്രതിജ്ഞ ചെയ്യാൻ വിടുന്നില്ല ഡോക്ടർ മോഹൻ കുന്നുമ്മൽ. വിദണ്ഡ വാദങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവാണ്. ഒരു കാരണവശാലും സത്യപ്രതിജ്ഞ ഞാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനമാണ്. തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നാൽ പോലും അത് SFI ആണെങ്കിൽ, ഇടതുപക്ഷമാണെങ്കിൽ നിങ്ങളെ സമ്മതിക്കില്ല ഇരിക്കാൻ എന്നുള്ളതാണ് നിലപാട്. ഇത് ഏത് നിലപാടാണ്? ഇതിനെ നമ്മൾ ഫാസിസം എന്നൊക്കെ വലിയ പേരിൽ വിളിക്കാം. ശുദ്ധ തെമ്മാടിത്തരാണ് അയാൾ കാണിക്കുന്നത്. എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? 100 കണക്കിന് വിദ്യാർത്ഥികൾ വോട്ട് ചെയ്ത് യൂണിവേഴ്സിറ്റി യൂണിയൻ ജയിച്ചാൽ പോരാ, നിങ്ങൾ ഇയാളോട് വീണ്ടും യുദ്ധം ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇപ്പൊ കേരളത്തിൽ ഞങ്ങളെ നല്ല നടത്തിപ്പിന് വിധിക്കുന്നവരാണ് കേരളത്തിലെ മനോരമയും മാതൃഭൂമിയും മീഡിയ വണ്ണൊക്കെ. ഇയാൾക്കെതിരെയൊക്കെ ഒരു വാർത്ത കൊടുക്കാൻ ഇന്നിപ്പോൾ മീഡിയ വണ്ണ് തയ്യാറുണ്ട്, മനോരമ തയ്യാറുണ്ട്. ഞങ്ങളെ നല്ല നടത്തിപ്പിന് VCയോട് ഇവരോടൊക്കെ എങ്ങനെ പെരുമാറണം, എങ്ങനെയൊക്കെ സംസാരിക്കണം, ഇങ്ങനെയുള്ള ഒരു VC കേരളം കണ്ടിട്ടുണ്ടോ? ഇയാളൊക്കെ ഒരു VC ആണോ? നമ്മൾ ആലോചിക്കണം, ഇയാളൊക്കെ ഒരു VC ആണോ? ആരൊക്കെ ഇരുന്നിട്ടുണ്ട് കേരളത്തിലെ VC സ്ഥാനങ്ങളിൽ? ഞങ്ങൾക്കൊക്കെ നല്ല ആത്മരോഷമുണ്ട്. ഞങ്ങളത് പ്രകടിപ്പിക്കുമ്പോൾ ഞങ്ങൾ കേരളത്തിലെ 1-ാം നമ്പർ ഗുണ്ടകളാണല്ലോ നിങ്ങൾക്ക് എല്ലാവരുടെയും ഭാഷയിൽ. ഞാൻ ചോദിക്കുന്ന ബ്ലേഡ് വിഷയത്തിൽ നിങ്ങൾ വാർത്ത തിരുത്തി കൊടുത്തോ? എവിടെ ബ്ലേഡ്? അന്വേഷിച്ച് നടന്ന മനോരമയും മാതൃഭൂമിയുടെയും എഡിറ്റർമാരോട്, ചീഫ് എഡിറ്റർമാരോട് ഉത്തരവാദിത്തത്തോട് ചോദിക്കുക. ധൈര്യം ഉണ്ടോ? കാണിക്കും, രാജിവെച്ച് പോവാ കേട്ടോ. ഒരു ഉത്തരവാദിത്വം ഇല്ല. കേരളത്തിലെ മാധ്യമങ്ങൾ ഞങ്ങളോട് ഇങ്ങനെയാണോ സമീപനം കാണിക്കേണ്ടത്? നല്ല ആത്മരോഷമുണ്ട്. നിങ്ങളോട് ആരോടുമല്ല, നിങ്ങളൊക്കെ നയിക്കുന്ന വാർത്തയെ വിന്യസിക്കാൻ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട്. പോലീസുകാരന് വീഴ്ച പറ്റി, പോലീസുകാരന്റെ കയ്യിലൊക്കെ മുറിഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റിനെയും സെക്രട്ടറിയും ഭാരവാഹികളൊക്കെ ജയിലിൽ പിടിച്ചിട്ടുണ്ടെന്നുള്ള വാശിയിൽ നടന്നു. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, എവിടെ ബ്ലേഡുമായി ഞങ്ങൾ ആ സമരത്തിൽ വന്ന വീഡിയോ വിഷ്വൽ എവിടെ? സെക്രട്ടേറിയറ്റിന്റെ ആ സമര ഗേറ്റിൽ അതിന്റെ മുകളിൽ എത്ര ക്യാമറയുണ്ട്? നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഈ ഓഫീസിന്റെ ചുറ്റുവട്ടം നടക്കുന്ന എല്ലാ ചലനങ്ങളും ഓൺ ദ സ്പോട്ടിൽ കവർ ചെയ്യാൻ പറ്റും. ഏറ്റവും ഹൈ ഡെഫിഷൻ ആയിട്ടുള്ള ക്യാമറയാണ് നിങ്ങളുടെ കയ്യിൽ. എല്ലാം നോക്കുക, എനിക്ക് 4K ഒക്കെയാണ് കയ്യിലുള്ളത്. ഇതിൽ നിങ്ങൾ കണ്ടില്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾ ബ്ലേഡ് എടുത്ത് മുറിക്കുന്നത് നിങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ മുറിച്ചോ? അങ്ങനെയൊന്നും ഉണ്ടോ? ഞങ്ങൾ ഇത്ര ദിവസവും ചോദിച്ചു. പക്ഷെ ഇപ്പൊ എന്താ? ഞങ്ങളുടെ പേരെന്താ? ബ്ലേഡ് ഫെഡറേഷൻ. ആരാ ഇതൊക്കെ പറയുന്നത്? VT ബൽറാം. വേറൊരാളുണ്ട്, അയാൾ പിന്നെ കേരളത്തിൽ സ്ത്രീകളെ പുറത്തിറങ്ങി നടക്കാൻ വിടാത്ത ആളായതുകൊണ്ട് അയാളെ വാർത്തയൊന്നും ഞങ്ങൾ കേൾക്കുന്നില്ല. അയാളൊക്കെ എവിടെ ഇരിക്കേണ്ട ആളാണെന്നുള്ളത് അയാൾ ശരിക്കും സെൻട്രൽ ജയിലിൽ ഇരിക്കേണ്ടതാണ്. കോൺഗ്രസിലായിപ്പോണ്ടാണ് പുറത്തിരിക്കുന്നത്. അപ്പോ
ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഞങ്ങൾക്കൊന്ന് ക്ലാസ് എടുക്കുന്നത്. ഇപ്പൊ തൃത്താലയിലെ MLA-യോടും മന്ത്രിസ്ഥാനം കിട്ടാത്തതിന്റെ പേരിലൊക്കെ ബുദ്ധിമുട്ടി നടക്കുന്ന ആളുകളോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്, സത്യസന്ധമായി നിങ്ങൾ കാര്യങ്ങൾ പറയും, ഞങ്ങൾ ഉത്തരം തരാം. അല്ലാതെ ഇത്തരം ബോഷ്കുകളോട് ഞങ്ങൾക്ക് താല്പര്യമില്ല. ബ്ലേഡിന്റെ വിഷയം അത് തന്നെയാണ്. യൂണിവേഴ്സിറ്റി വിഷയത്തിൽ ഞങ്ങൾ ഏതറ്റം വരെയും പോയി സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ തയ്യാറാണ്. അതിനൊരു കൂടുതൽ പ്രഖ്യാപിക്കണമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. കേരളത്തിലെ എല്ലാ സർവകലാശാലയും അതിൽ നിങ്ങൾ ചോദ്യം ചോദിക്കേണ്ട ഒരു കാര്യമാണ്. ചോദ്യം ചോദിച്ചിട്ട് അദ്ദേഹം ഉത്തരം നൽകിയിട്ടില്ല. റോജി എം ജോണിനോട്, കാലിക്കറ്റ് VC കോൺഗ്രസ്സുകാരനല്ലേ, അദ്ദേഹത്തെ നിയമിച്ചത് RSS അല്ലേ, അദ്ദേഹം കോൺഗ്രസ് സംഘടനയിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ടോ അതോ VC സ്ഥാനം രാജിവെക്കാൻ തയ്യാറുണ്ടോ? ഈ ചോദ്യം ജെന്യുവനല്ലേ, ജെന്യുവനായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമല്ലേ. അതും കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്താണ് അദ്ദേഹത്തെ സ്ഥിരം VC-യെ നിയമിച്ചത്. ഇതൊക്കെയും നമ്മൾ എടുത്ത് പരിശോധിക്കണം. കേരളത്തിലെ സ്ഥിരം VC പട്ടിക ഉടനെ ഉണ്ടാവണം, സ്ഥിരം VC-മാരുണ്ടാവണം. സർവകലാശാലകളെ മുച്ചോടും മുടിക്കുന്ന നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് കൂടി ഞങ്ങൾ കിടക്കുകയാണ്. ഇപ്പം മാവൂത്തിനെതിരെയുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷ സമരങ്ങളിലേക്ക് നീങ്ങേണ്ട പശ്ചാത്തലത്തിൽ ഞങ്ങൾ ആ സമരങ്ങളിലേക്ക് നീങ്ങും. ഈ നിലയിൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി സത്യസന്ധമായി ജനങ്ങളോട് പ്രതിപാദിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമപ്രവർത്തകർ കൂടി തയ്യാറാവണം എന്നുള്ളതാണ്.